ധന്യ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ചിലപ്പോഴൊക്കെ നടത്തുന്ന ചില രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രസ്താവനകൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഉന്നയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെയെന്ന് നോക്കുമ്പോൾ കാണാറില്ല. ഏതെങ്കിലും വിദേശ രാജ്യത്തായിട്ട് അദ്ദേഹം പോകാറ്, സന്ദർശന പരിപാടികളൊക്കെ എന്ന് പറയുന്നു. പക്ഷേ അതെന്താണ് ഏതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. ഇപ്പോൾ അദ്ദേഹം ഈ വോട്ട് ചോരി സംബന്ധിച്ച ഒരു ആക്ഷേപം ഉന്നയിച്ചു, വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം മലേഷ്യയിലേക്ക് പോയി. യാത്രാ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തുമില്ല. പക്ഷെ അദ്ദേഹം അവിടുന്ന് പോയി തിരിച്ചു വന്നതിന് ശേഷം കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് കേൾക്കുന്നു. എന്താ സംഭവം? ശരിയാണ്. അടുത്തും ഉടനെ പട്ടായയിലേക്ക്, ബാങ്കോങ്ങിലേക്ക്, വിയറ്റ്നാമിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയാത്ത ഈ ട്രംപിന്റെ മറ്റൊരു പ്രതീകമായിട്ടാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയെ തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ പറയുക, രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പറയാം, മോദി വെറുപ്പിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുക, എന്ത് ചെയ്താലും അത് മണ്ടത്തരത്തിൽ ചെന്ന് എത്തിച്ചിട്ട് കോൺഗ്രസ് പറയുന്നത് ഭാവി പ്രധാനമന്ത്രി. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പതനത്തിന് വരെ കാരണം രാഹുൽ ഗാന്ധി ആകാം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. KC വേണുഗോപാൽ എഴുതി കൊടുക്കും, അതുപോലെ വായിക്കും. അത് മണ്ടത്തരമാണോ എന്താണോ എന്ന് പോലും നോക്കാൻ കഴിയില്ലാത്ത ഒരാൾ, ഡീപ് സ്റ്റേറ്റുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ, ജോർജ് സോറസുമായി ബന്ധം പുലർത്തുന്ന ഒരാൾ, ഇദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ നാളെ ഇന്ത്യയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഭയമുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ഇദ്ദേഹം പ്രധാനമന്ത്രി ആകരുത്, മോദി തന്നെ അല്ലെങ്കിൽ BJP തന്നെ ഇന്ത്യ ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇന്ത്യ തകർന്ന് തരിപ്പണമാകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് നല്ല അറിയാം. ഇപ്പോ മലേഷ്യയിൽ നിന്ന് വന്നത് അടികൊള്ളാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് റായ്ബറേലി ആണല്ലോ ഇദ്ദേഹം അനിയത്തിയെ വയനാട് വിട്ടിട്ട് റായ്ബറേലിയിൽ നിന്നാണല്ലോ മത്സരിച്ചത്. അവിടെ ജയിക്കുകയും ചെയ്തു. സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി അദ്ദേഹം അവിടെ വിജയിക്കുകയും ചെയ്തു. ഇപ്പോ റായ്ബറേലിയിലെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോഓർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, അതായത് ചുരുക്കി പറഞ്ഞ ദിശ, ജില്ലാ ആസൂത്രണ സമിതി യോഗം, മലയാളത്തിൽ ദിശ എന്നാണ് പറയുന്നത്. ഈ യോഗത്തിലാണ് രാഹുൽ ഗാന്ധിയും അവിടുത്തെ സംസ്ഥാന മന്ത്രി ദിനേശ് പ്രതാപ് സിംഗും തമ്മിൽ കൊമ്പ് കോർത്തത്. അതായത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊമ്പ് കോർത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വൈറലാവുന്നുണ്ട്. എന്നാൽ താൻ വന്ന കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ മന്ത്രി ഞാനാണെങ്കിൽ ഈ ഇവിടുത്തെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നെ ഭരിക്കാനെന്ന് താങ്കൾ വരണ്ട എന്ന് കൃത്യമായി ഈ ദിനേശ് പ്രതാപ് സിംഗ് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറയുന്നുണ്ട്. അത് സംഭവം റായ്ബറേലി ജില്ലയിൽ വികസന പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിൽ താനാണ് അധ്യക്ഷൻ. തന്നോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാൻ പാടുള്ളൂ. താൻ പറയുന്നവർ മാത്രം സംസാരിച്ചാൽ മതി. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ MP കൂടിയാണ്, അതുകൊണ്ട് ഞാൻ പറയും, അപ്പം മാത്രമേ ഈ വന്നിരിക്കുന്ന ഒരാൾ പോലും വാ തുറക്കാവൂ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും, പിന്നീട് അത് കേൾക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ വാ തുറക്കാവൂ. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആജ്ഞാവ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം എൻ്റെ അനുമതി ചോദിക്കണം. ഇതായിരുന്നു രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ദിനേശ് പ്രതാപ് സിംഗ് പറയുന്നുണ്ട്, നിങ്ങൾ ലോക്സഭാ സ്പീക്കറെ ചെവികൊള്ളാൻ കൂട്ടാക്കാത്ത ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലോക്സഭാ സ്പീക്കർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അവിടെ നിങ്ങൾ മര്യാദയും മാന്യതയും കാണിക്കാത്ത നിങ്ങൾ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ പറയാവൂ എന്ന് പറയുന്നതിന്റെ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം നിങ്ങൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും അനുസരിക്കേണ്ടവരെ അനുസരിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും കൂടിയുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കൂ, എന്നിട്ട് ഞങ്ങളെ ഭരിക്കാൻ വരൂ എന്നാണ് ഈ പ്രതാപ് സിംഗ് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്കിതിനുള്ള ധാർമ്മികമായ യോഗ്യതയില്ല, ഞങ്ങളെ അടിച്ചമർത്താനുള്ള ധാർമ്മികമായ യോഗ്യത നിങ്ങൾക്കില്ല എന്നാണ് പ്രതാപ് സിംഗ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് അദ്ദേഹം അതിനെ എതിർത്തത് എന്നാണ് അദ്ദേഹം ANIയോട് പറഞ്ഞത്. 43 പദ്ധതികളുടെ പണം അവയ്ക്ക് വേണ്ടി തന്നെയാണോ ചെലവഴിക്കുന്നതെന്ന് പരിശോധിക്കുക മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്. ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ, ഒരു MP എന്ന നിലയിൽ ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന് 43 പദ്ധതികളുടെ വികസനമുണ്ട്. ആ വികസനത്തിന് കൊടുത്ത പണം അതിന് തന്നെ ചിലവഴിച്ചോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഴിമതിക്ക് കാര്യമായ എന്തെങ്കിലും ചെയ്തോ, ആ തരത്തിൽ പണം വേറെ വല്ലതിനും വിനിയോഗിക്കപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം അതൊന്നും ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹം
ഈ ദിശായോഗത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വായിക്കുകയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് അത് വായിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം വന്നിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പിന്നെ എന്താ പ്രകീർത്തിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പിന്റെയും കുറെ കാര്യങ്ങൾ പറയുന്നു. അല്ലാതെ ആ സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ചോ ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച പണത്തെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ ഇനി എന്താണ് ആ സംസ്ഥാനത്തിന് വേണ്ട വികസനം എന്നതിനെക്കുറിച്ചോ ആ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. രാഹുൽ ഗാന്ധി തയ്യാറാകുന്നുമില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ അധ്യക്ഷനാണ്, ഞാൻ MP ആണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റാത്തവർ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളൂ എന്നാണ് അദ്ദേഹം ഈ വാശിയോടുകൂടി പറയുന്നത്. അപ്പോൾ മലേഷ്യയിൽ നിന്ന് വന്നതിന്റെ ഹാങ് ഓവർ അദ്ദേഹത്തിന് മാറിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ആ ഒരു റോന്ത് ചുറ്റലിലും അവിടെ ഈ ഡ്യൂട്ടി ഫ്രീ ആയി മദ്യവും ചോക്ലേറ്റ് സ്ത്രീകളെയൊക്കെ കിട്ടുമല്ലോ. ലങ്കാവി പിന്നെ ദ്വീപിലാണല്ലോ അദ്ദേഹം അവധിക്കാലം ചെലവഴിച്ചത്. അതായത് ഈ യുനെസ്കോയുടെ ജിയോ ഗ്ലോബൽ പിന്നെ ഇതിൽ വരുന്ന പൈതൃകത്തിൽ വരുന്ന ഒരു പിന്നെ സ്ഥലമാണ് ഈ ലങ്കാവി എന്ന് പറയുന്നത്. അതീവം ഏറ്റവും പൈസ ഉള്ളവർക്ക്, മിഡിൽ ക്ലാസ്സുകാർക്കോ അല്ലെങ്കിൽ കുറച്ച് ആവറേജ് അവർക്കൊന്നും പോകാൻ പറ്റില്ല, ഏറ്റവും നല്ല പണക്കാർക്ക് മാത്രം ചെന്ന് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലങ്കാവി എന്ന് പറയുന്ന ദ്വീപ്. അവിടെയാണ് രാഹുൽ ഗാന്ധി ഈ സെപ്റ്റംബർ 4 മുതൽ 8 വരെ ചെലവഴിച്ചത്. എന്തിനു പോയെന്നോ ആരോട് ചോദിച്ചുകൊണ്ട് പോയെന്നോ ഈ ഉദ്യോഗസ്ഥരെ പോലും, സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും കൊണ്ടുപോകാതെ ഏകദേശം 50ഓളം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് സുരക്ഷയ്ക്ക് മാത്രമുണ്ട്. ആ 50 ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ, ആർക്കും റിപ്പോർട്ട് കൊടുക്കാതെ, എവിടെ എങ്ങനെ പോകുന്നു എന്ന് പോലും പറയാതെ അദ്ദേഹം മലേഷ്യയിൽ പോകുന്നു, വിയറ്റ്നാം പോകുന്നു, ദുബായിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, ഖത്തറിൽ പോകുന്നു. അങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ, അദ്ദേഹം ഇറ്റലിയിൽ പോകുന്നു. വിവിധ രാജ്യങ്ങൾ, ഇറ്റലി അദ്ദേഹത്തിന്റെ മദർഹുഡ് ആണെന്ന് പറയാം, അദ്ദേഹത്തിന്റെ അമ്മയുടെ നാട് അവിടെയാണ്. അപ്പോൾ ഇറ്റലിയിൽ പോകുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം യാത്ര ചെയ്തു. ജീവന് ഭീഷണിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും അദ്ദേഹത്തിന്റെ വലിയച്ഛനും ഒക്കെ മരിച്ചത് എങ്ങനെയാണ് എന്നറിയാം. സ്വാഭാവികമായും നാളെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് BJPയുടെ തലയിലേക്ക് കൊണ്ടിടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കാക്കി ഇനി ഇദ്ദേഹത്തിന്റെ യാത്രയിൽ കർശനമായ നിയന്ത്രണം എടുക്കാനാണ് CRPF ഒരുങ്ങുന്നത്. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. പറയാതെയും നമ്മൾ പറയുമല്ലോ, പിന്നെ വീട്ടിലെ കുട്ടിയെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒരു അടി കൊടുക്കുക. അടി കൊടുത്താൽ മാത്രമേ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം കൊടുത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാലേ നിവർത്തിയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ അറിയേണ്ട, അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയേണ്ട, വികസനത്തെക്കുറിച്ച് അറിയേണ്ട. അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവൻ മോദി വിരുദ്ധത എങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും, മോദി വിരുദ്ധത എങ്ങനെ ഇന്ത്യയിൽ ഉടനീളം പോയി പ്രസംഗിക്കാനും സംസാരിക്കാനും പറ്റും. പക്ഷെ അദ്ദേഹം പറയുന്നതിനൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാണ് കിട്ടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വോട്ട് ചോരി യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിലേക്ക് ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ പിന്നെ എന്താ പറയുക, പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ കോൺഗ്രസിലെ നേതാക്കൾ പരാമർശിച്ചു. അത് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഈ എന്താ പറയുക, അതിന്റെ ഹാങ് ഓവർ വിടാതെ വന്ന് ഓരോ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.